ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സാൻസ്ക്രിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുഞ്ഞ് പ്രഡിക്ഷനാണ്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് 5 ഏതൊക്കെയാണ്? പഞ്ചായത്ത് ശിദ്രാദ്രുഭവേസ്തത, കേരള രാമഃ, കാവ്യാദീപശിഖ, സഞ്ജയ ഉവാച. അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത് അല്ലേ. കവിതയുണ്ട്, കഥയുണ്ട്, വിവരണമുണ്ട്, കാവ്യമുണ്ട്, ജീവന ചരിത്രമുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 5 ചാപ്റ്റേഴ്സും 5 രൂപത്തിലാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ നേരത്തെ നമ്മൾ ഫസ്റ്റിന് ആമുഖം, എല്ലാ ചാപ്റ്ററിലെയും ആമുഖം എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. എല്ലാത്തിലെയും നമ്മൾ ആമുഖം പഠിക്കുക മീൻസ് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ട് പോവുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതേപോലെ പദച്ഛേദങ്ങളും വിഗ്രഹങ്ങളുമാണ്. അപ്പോൾ പദച്ഛേദത്തിന് ഏതാണ് വരാൻ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്ററിനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഓക്കെ, ഇനിയുള്ളതാണ് പ്രയോഗ വിശേഷം ജ്ഞാത്വ ഉദാഹരണസാരം വാക്യാനി ലിഖിതം. ഉദാഹരണം വന്നിട്ട് അതുപോലെ നമ്മൾ എഴുതി കൊടുക്കാൻ പറയും. അപ്പോൾ നമുക്ക് അധ്യാപകസ്യ പരിതഃ ഛാത്ര തിഷ്ഠന്തി. അപ്പം എന്ത് വന്നു, അധ്യാപകം പരിതഃ ഛാത്രാഃ തിഷ്ഠന്തി എന്ന് വന്നു അല്ലേ. വൃക്ഷസ്യ പരിതഃ തൃണാനി രുഹന്തി എന്ന് വന്നു. ഇവിടെ എന്ത് വരും, വൃക്ഷം എന്ന് വരും, വൃക്ഷം. ഓക്കെ, അതുപോലെയാണ് ബാക്കിയുള്ളത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് പോകാം. അടുത്തതാണ് പാഠഭാഗ സമാനാർത്ഥക പദാനി ചിത്വാദികൾ. ഇത് വരാൻ നല്ല ചാൻസ് ഇല്ല. ചെക്ക് മാത്സ് ഫോളോയിങ് വൺ വേർഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമുള്ള പദവിയും ഞാൻ നമുക്ക് പറയാൻ പറ്റാം. പിന്നെ എന്ത് കലായുധം, പിന്നെ എന്ത് ശീലപാണി. ചാപ്റ്റേഴ്സൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ബാച്ച് സ്റ്റുഡൻസ് നമുക്ക് റിവിഷൻ ആയിട്ട് എടുക്കാം അല്ലേ. ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പറയാം, ഫലം എന്ന് പറയാം, ഫലം അങ്ങനെയല്ലോ. ശരി, എന്തൊക്കെ പറയാം, ജനനി ഭൂമി അങ്ങനെയൊക്കെ പറയും. ദശയാണെങ്കിലോ അവസ്ഥ, പ്രകൃതി അല്ലേ. അടുത്താണ് പാഠഭാഗ തത്വാന്ത ലബന്ധം തിമിനന്താനി അവ്യാനി ചിത്വാദി. അത് പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളതാണ്. തത്വാന്തം എഴുതാൻ ലഭ്യന്തം തുമിനന്തം. അതായത് ത്വാ എന്നുള്ളത് കത്വാന്തം, ത്യാ എന്നുള്ളത് ലഭ്യന്തം, തും എന്നുള്ളതോ തുമിനന്തമാണ്. അപ്പോൾ നമ്മൾ കത്വാന്തത്തെ ദൃഷ്ടുവ പിന്നെ അനാവൃഷ്ട്യ നിരീക്ഷ്യ ഇതൊക്കെ എന്ത് വരും, ലംഘത്തി വരും. ഓക്കെ, അടുത്താണ് ഔഷധി ഗുണം ലിഖിതം. സസ്യങ്ങളുടെയും ഔഷധി ഗുണങ്ങളും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതാം. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയും ഒന്ന് നോക്കി വെക്കുക. ഒന്ന് കാണാണ്ട് അങ്ങനെ നന്നായി ഫോഴ്സ് ചെയ്ത് പഠിക്കണമെന്നില്ല, എങ്കിലും ഒന്ന് ജസ്റ്റ് വായിച്ചെങ്കിലും വിടാം. ഓക്കെ, അടുത്തതാണ് യഥോചിതം യോജിയത്, അതായത് മാത്സ് ഫോളോ. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്. വ്യത്യാസുതൻ ഏതാണ്, കോളാട്ട് വൈദ്യൻ. അതുപോലെ കൃഷ്ണമരിചം, എന്താണ് കൃഷ്ണമരിചം, കുരുമുളകാണ് അല്ലേ. അപ്പോൾ ഏതാ, യവനപ്രിയം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതാണ്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ശബ്ദകോശങ്ങൾ, അതായത് മീനിങ്സ്. എല്ലാം ഞാൻ കാണാണ്ടിരുന്ന് പഠിക്കണം ഞാൻ ഒരിക്കലും പറയില്ല. മീനിങ്സ് എന്ന് പറയുന്ന നേരത്ത് നമ്മളെല്ലാം ഓരോ ചാപ്റ്റർ വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ വേർഡ് മീനിങ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ശബ്ദകോശം ആ ഒരു പേജും കൂടെ നോക്കി വയ്ക്കുക, അത്രയാണ്. ഇനി വേറെ പേരുകൾ, കാളിദാസൻ, ദീപശിഖ കാളിദാസൻ എന്നറിയപ്പെടുന്നു. ശ്രീകണ്ഠ, ഭവഭൂതി, ഭാരവി, ഛത്രഭാരവി, അങ്ങനെയൊക്കെ നമ്മൾ അറിയണത്. അത്രയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതൊന്ന് നോക്കി വെച്ചിട്ട് പോവാം. ഓക്കെ, ഇനിയുള്ളതാണ് ടിപ്പണി. ടിപ്പണി ഏതൊക്കെ വരാൻ ചോദിച്ചിട്ടുണ്ട്. പഞ്ചമഹാകാവ്യം വരാം ചാൻസ് ഉണ്ട്, വനസംരക്ഷണം വരാൻ ചാൻസ് ഉണ്ട്, നദീന, കാളിക പ്രധാനി വരാൻ ചാൻസ് ഉണ്ട്, ഹോർസസ് മലബാർക്കസ് എന്നുള്ള ടോപ്പിക് ഒന്നും വരാൻ ചാൻസ് ഉണ്ട്. ഗ്രാമമാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള പ്രത്യയങ്ങൾ ചോദിക്കാം. അതായത് ശ്രദ്ധ, ശാന പ്രത്യയങ്ങൾ, പിന്നെ കത്വം പറഞ്ഞല്ലോ. പിന്നെ ഉദാഹരണസാരം ചിത്വാദികൾ, അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ശ്ലോകം കണ്ട് ഭാവാർത്ഥം നിന്നിട്ട് ഏത് ശ്ലോകമെന്ന് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കി വയ്ക്കുക. സംഭാഷണം, അത് നമ്മുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ എഴുതുന്നതാണ്. അപ്പോൾ നമസ്തേ എന്ന് പറയുന്നത് ചിലപ്പോൾ തുടങ്ങും. പിന്നെ കസ്യ അതൊക്കെ ആയിട്ട് നമ്മൾ എഴുതുന്നു, അത്രയാണ്. പിന്നെ പ്രാദേശിക ഭാഷ എല്ലാത്തിലും ഉണ്ടാവും. അതായത് മലയാളം ട്രാൻസ്ലേഷൻ, വെറും ട്രാൻസ്ലേഷൻ അല്ല, മലയാളം ട്രാൻസ്ലേഷൻ. പിന്നെ എന്ത് വരും, 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. മീനിങ്സ് പറഞ്ഞല്ലോ, അതൊക്കെ തന്നെ. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ മെയിൻ ആളാണ് ജീവചരിത്രം. ഇത് ചിലപ്പോൾ ചോദിക്കാൻ നേരത്ത് തസ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗതി എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്താൽ മതി, അത്രയാണ് കേട്ടോ.